സുഹൃത്തുക്കളെ, ഞാൻ ആസിഫ് ടെക്നോ ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ വിഷയം വോളിയം ബട്ടൺ ഉപയോഗിച്ച് എങ്ങനെ ആപ്പ് ലോക്ക് സെറ്റ് ചെയ്യാം. ഞാൻ പ്ലേ സ്റ്റോർ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ബ്ലാക്ക് കളർ പ്ലെയിൻ ബ്ലാക്ക് ആയിട്ടാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലേ സ്റ്റോർ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത പോലെ തന്നെ വോളിയം ബട്ടണിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പ് ഡൗൺ അപ്പാണ്. മുകളിലെ ബട്ടൺ, താഴെ ബട്ടൺ, പിന്നീട് മുകളിലെ ബട്ടൺ. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതേപോലെ ഞാൻ മറ്റൊരു ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്ത മറ്റൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ശേഷം ഞാൻ ലോക്ക് ചെയ്ത വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ സെയിം നേരത്തെ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ലോക്ക് അതേ മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ അൺലോക്ക് ചെയ്യുകയാണ്. മുകളിലെ ബട്ടൺ, താഴെ ബട്ടൺ, മുകളിലെ ബട്ടൺ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്താൽ. ഇപ്പോൾ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടത്തിന്. ആദ്യം നിങ്ങൾ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം ഊപ്സ് ആപ്പ് ലോക്ക് എന്ന്. അപ്പോൾ ഊപ്സ് ആപ്പ് ലോക്ക് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെക്കുക. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയ ശേഷം ഇത് Keynote എന്ന പേരിലാണ് ഇൻസ്റ്റാൾ ആവുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ഉപയോഗം എങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിച്ചുകൊണ്ട് പോകാം. സ്ലൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, സെറ്റ് പാസ്വേഡ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് പ്രീ ആപ്പ് ബാക്ക്ഗ്രൗണ്ടാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ടാണ് വരേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടതുപോലെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്പാരൻറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ ഏതെങ്കിലും പിക്ചറും ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ വരാനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് സ്ലൈഡ് ചെയ്ത് പോകാം. എന്നിട്ട് വീണ്ടും സെറ്റ് പാസ്വേഡ് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എത്ര തവണയാണ് വോളിയം ബട്ടൺ ലോക്കിൽ പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടി, അത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം. 2 തവണ, അല്ലെങ്കിൽ 3 തവണ, അല്ലെങ്കിൽ 4 തവണ, 5 തവണ. ഞാനിപ്പോൾ 3 എന്ന ഓപ്ഷന് സെലക്ട് ചെയ്യുകയാണ്. ഏറ്റവും കുറഞ്ഞത് 2 തവണ നിങ്ങൾ അൺലോക്ക് ചെയ്യുമ്പോൾ 2 പ്രസ്സിൽ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഏറ്റവും കുറവ്, 2 തവണ. അപ്പോൾ ഞാൻ 3 സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ലോക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അതിനുവേണ്ടി വോളിയം ബട്ടണിൽ എങ്ങനെ സെറ്റ് ചെയ്യും. ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് മുകളിലെ ബട്ടൺ, എന്നിട്ട് താഴെ, എന്നിട്ട് മുകളിൽ, അതുപോലെ സെറ്റ് ചെയ്യുകയാണ് ആപ്പ് ലോക്ക്. എന്നിട്ട് വീണ്ടും ഇവിടെ ചോദിക്കും വീണ്ടും ഒന്നുകൂടി അമർത്താൻ വേണ്ടി. അപ്പോൾ ഒന്നുകൂടി അതേ ലോക്ക് അമർത്തിയ ശേഷം കൺഫേം ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും വെരിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇവിടെ മുകളിൽ സെലക്ട് ചെയ്യാം. സെലക്ട് ക്വസ്റ്റ്യൻ എന്ന ഓപ്ഷൻ കാണാം. എന്നിട്ട് ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴും ഓർമ്മ വരുന്നത്, ആ ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത ശേഷം ആൻസർ കൊടുക്കാം. ഞാൻ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിരിക്കുന്നത് വാട്ട് വാസ് യുവർ ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ്. ഞാൻ കേരള കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുകയാണ്. എന്നിട്ട് ഇവിടെ വീണ്ടും വോളിയം കീ, നിങ്ങൾ സെറ്റ് ചെയ്ത വോളിയം കീ അമർത്താൻ പറയും. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ള വോളിയം കീ വീണ്ടും അമർത്തി കൊടുക്കുക അതുപോലെ തന്നെ. എന്നിട്ട് ഇവിടെ ആപ്പ് ലോക്ക് ഓൺ ചെയ്ത് വെക്കാം. ഓൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സെലക്ട് ചെയ്യാമായിരുന്നു ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ലോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ ആപ്ലിക്കേഷനൊക്കെ ഇവിടുന്ന് ലോക്ക് ചെയ്യാം. എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാം. അതിൽ ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടുന്നും എങ്ങനെയാണ് ലോക്ക് സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത്, ബ്ലാക്ക്, ട്രാൻസ്പാരൻറ്റ്, കസ്റ്റം, അങ്ങനെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോസും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വരാൻ രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും പ്ലേ സ്റ്റോർ ലോക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി ലോക്ക് ചെയ്ത് കാണിച്ചു തരാം. ലോക്കിലേക്ക് അമർത്തി വാട്സപ്പ് കൂടി ലോക്ക് ചെയ്യുകയാണ്. അൺലോക്ക് ബട്ടൺ നിങ്ങൾക്ക് കാണാം. വാട്സപ്പ് എല്ലാത്തിൻ്റെ നേരെ അൺലോക്ക് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വാട്സപ്പ് ലോക്ക് ഈസ് ഓഫ് എന്ന് കാണാം. അവിടെ സ്ലൈഡ് ചെയ്തിട്ട് ഓൺ ചെയ്ത് വെക്കാം. എന്നിട്ട് Keynote എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ. അതുകൂടി സ്ലൈഡ് ചെയ്തിട്ട്
ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ഓക്കെ ബട്ടൺ അമർത്തി ആക്സസ് ചെയ്യാം. വോളിയം ബട്ടൺ ഉപയോഗിച്ച് ആപ്പ് ലോക്ക് ചെയ്യാൻ നിങ്ങൾ ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും കാണാം. താങ്ക് യു.